പകരച്ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ രാജ്യങ്ങൾ തന്നെ വിളിച്ച് കെഞ്ചുകയാണെന്നും ചുങ്കം ചുമത്തിയ രാജ്യങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തന്നെ വിളിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമത്തിലാണവർ. സർ, ദയവായി ഉടമ്പടി ഉണ്ടാക്കൂ. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, എന്തും ചെയ്യാം എന്നാണ് അവർ പറയുന്നതെന്ന് നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് കമ്മിറ്റിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. കൂടാതെ ഫാർമ മേഖലയുമായി ബന്ധപ്പെട്ട തീരുവ പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം അമേരിക്കയുടെ തീരുവ യുദ്ധത്തിലെ ചൂഷണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് ചൈന രംഗത്തെത്തി. ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ജിങ്ങിൻ്റെ എക്സിലെ കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത്. രാജ്യങ്ങൾ തമ്മിൽ സത്യസന്ധമായ സഹകരണം, വിശാലമായ ചർച്ചകൾ എന്നീ തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്നും വ്യാപാര യുദ്ധത്തിലും തീരുവ യുദ്ധത്തിലും വിജയിക്കുന്നവർ ഇല്ലെന്നും അവർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. പരസ്പര പ്രയോജനാധിഷ്ഠിതമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധമെന്നും കുറിപ്പിൽ പറയുന്നു. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന അമേരിക്കയുടെ തീരുവ ചൂഷണത്തെ നേരിടാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും രണ്ടു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് ജിങ് പറയുന്നു. പ്രതിവർഷം ആഗോള വളർച്ചയുടെ 30% സംഭാവന ചൈനയാണ് ചെയ്യുന്നതെന്നും കുറിപ്പിൽ പറയുന്നു.